നമ്മളൊരു ജീവിതം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന കുറച്ച് സ്കില്ലുണ്ട് കേട്ടോ. സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? കഴിവല്ലേ. നമ്മൾ പൊതുവെ നമ്മൾ പറയും എനിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ട്, പാടാനുള്ള കഴിവുണ്ട്, ഡാൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതല്ലാതെ നമ്മളെ ലൈഫിനെ എഫക്ട് ചെയ്യുന്ന കുറച്ച് സ്കില്ലുകൾ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ജീവിതത്തിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പല സിറ്റുവേഷൻസിലും നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫാമിലി ലൈഫിലാവാം, നമ്മുടെ കരിയർ വൈസിലാവാം, അല്ലെങ്കിൽ പൊതുവെ സമൂഹത്തിലായിരിക്കാം നമ്മൾ യൂസ് ചെയ്യേണ്ട കുറേ സ്കില്ലുണ്ട്. കാരണം ആ സ്കില്ല് നമ്മളുടെ ലൈഫിൽ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ മാത്രമേ നമ്മൾ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റിനെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കുറച്ചും കൂടെ അവർക്ക് നമ്മളെ കണക്ട് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ. ഇപ്പം എന്റെ ഫോർ എക്സാമ്പിൾ പറയാം, എനിക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയാം, അങ്ങനെ ഒരു സ്കില്ലുണ്ട്. ആ സ്കില്ല് എനിക്ക് വളരെ കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മുന്നേ എന്നെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം, അവള് അധികം സംസാരിക്കുന്നില്ല, അഹങ്കാരിയാണെന്ന്. പക്ഷെ എന്റെ ഉള്ളിലേ അറിയുള്ളൂ എനിക്ക് സംസാരിക്കേണ്ടത് എന്താ, സംസാരിക്കാൻ പറ്റുമോ ഒക്കെയുള്ള പേടി കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വീക്കായിരുന്നു. അത് മനസ്സിലാക്കിയ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ കുറച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ, മറ്റുള്ളവരായിട്ട് സംസാരിക്കുക എന്നുള്ളത് കുറച്ചും കൂടി ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത്, സ്കില്ലിനെ മനസ്സിലാക്കിയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു 3-4 സ്കില്ല് ഞാനിതിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു സെൽഫ് അവെയർ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് നിങ്ങൾ എന്താണെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പറ്റുള്ളൂ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഞാനിപ്പോ പറഞ്ഞ പോലെ മറ്റുള്ളവരായിട്ട് നമുക്ക് കോൺവെർസേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ലൈഫിൽ എവിടെയാലും വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടായി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ഡിഗ്നിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, അതുപോലെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് എംപതി, കരുണ എന്ന് പറയുന്ന ഒരു സ്കില്ല്. ഇതുപോലത്തെ ഒരുപാട് സ്കില്ല് നമുക്ക് അത്യാവശ്യം കേട്ടോ. ഞാൻ ഇതിനെ പറ്റിയിട്ട് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി കാണാട്ടോ.